അസ്സലാമലൈക്കും. അപ്പോൾ നോമ്പ് ഇന്നത്തേക്ക് 20 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സമോസ ഷീറ്റ് ഉണ്ടത്. അപ്പോൾ അതിലെന്തെങ്കിലും ഫില്ലിങ് നിറച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളിയും ഉള്ളിയും ക്യാപ്സിക്കം ക്യാബേജ് പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കുക, ക്യാരറ്റ് എടുക്കാം, കക്കരി എടുക്കാം. പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കുറച്ച് മസാല ആക്കിയിട്ടുള്ളൂ. എനിക്ക് നന്നായിട്ട് അവതരിപ്പിക്കാനൊന്നും അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒക്കെ ഏകദേശം എല്ലാം മനസ്സിലാവും. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പും കുരുമുളക് പൊടി പിന്നെ ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടിട്ട് ആ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ച് ചിക്കൻ എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ വഴണ്ടി വരുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. നമുക്ക് മൈദപ്പൊടി കലക്കി ഒട്ടിക്കുന്നതിന് പകരം നന്നായിട്ട് വലിയാൻ വേണ്ടിയിട്ട് ഈ ചീസൊക്കെ വെച്ച് വലിയുന്നത് പോലെ വലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പശു നെയ്യ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു നല്ല മണം വരും. ആ മണം വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ കട്ട പിടിച്ചതൊക്കെ മാറുന്നത് വരെ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓർഗാനോ ആണ് ചേർക്കേണ്ടത്. പക്ഷേ നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുരുമുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് കുരുമുളകാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കി വെക്കാം. നമുക്കിത് മൈദപ്പൊടി കലക്കി ഒട്ടിക്കുന്നതിന് പകരമാണ് ഇങ്ങനെ ഒരു ഇതാക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് വെലിഞ്ഞിട്ട് നമ്മൾ ചീസൊക്കെ വെളിയുന്നത് പോലെ ഏകദേശം വെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ സമൂസ ഷീറ്റ് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ക്രോസായിട്ട് മടക്കിയിട്ട് അറിയാലോ പെട്ടി വലിയാന്നാക്കുക. അപ്പോൾ ഞാൻ അതിൽ ഫുള്ളായിട്ട് അത് പരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കോട്ട് ഫില്ലിങ് വെച്ചിട്ട് പിന്നെ ഞാൻ ചീസും വെച്ചെടുക്കുന്നു. പിന്നെ അത് വെച്ചിട്ട് അപ്പുറം മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും. ഇനി ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെന്താ പേരിടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പെട്ടീനെ തൽക്കാലം വിളിക്കാതിന് നമുക്കിതിനെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അപ്പുറം മറിച്ചടിയാൻ വേണ്ടി ഇത് വേഗം തന്നെയാവും. കാരണം സമൂസ ഷീറ്റ് അത്ര ആവേണ്ട ആവശ്യമുള്ളൂ. നല്ലോണം ആയില്ലെങ്കിൽ അതൊരു കരിഞ്ഞ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്പുറം മറിച്ചിട്ടതിന് ശേഷം അതിനെ എടുത്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം അങ്ങനെ പൊരിച്ചെടുക്കാം.
നമ്മുടെ പെട്ടിക്കടക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഒന്നും ആക്കിയിട്ട് ആകെ ഈ ഒരു കടി മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ ലൈമും സ്ക്വാഷും ജ്യൂസും പിന്നെ ഫ്രൂട്ട്സാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ടാറ്റാ ബൈ ബൈ.